ഹലോ സ്റ്റുഡൻസ്, നമുക്കിത് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പേസ് ഓഫ് ഇക്വേഷൻ എന്ന ചാപ്റ്റർ ക്വസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ പേജ് നമ്പർ 18 വന്നിരിക്കുകയാണ്. സോ ഈ പേജിൽ നമ്മൾ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റൻസ് ഒക്കെയാണ് ഉള്ളത്, ഒരു 7 ക്വസ്റ്റൻസ് എന്തുകൊണ്ട്. സോ ഈ ക്വസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ എൻഡിങ്ങിലേക്ക് വന്നിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ ഭയങ്കര സിമ്പിളായിട്ടൊരു ക്വസ്റ്റൻ ആണ്. നമ്മൾ എന്തായാലും 2 ഇക്വേഷൻ വെച്ചൊക്കെ ചെയ്യാനാണല്ലോ ഈ ക്വസ്റ്റൻസ് ഒക്കെ പഠിക്കുന്നത് അല്ലേ. അപ്പം ഈ ക്വസ്റ്റൻ അങ്ങനെ തന്നെയാണ്, 2 ഇക്വേഷൻസ് നമ്മൾ ഉണ്ടാക്കണം. സോ ക്വസ്റ്റൻ നമുക്ക് വായിക്കാം. ദ ഡിഫറൻസ് ഓഫ് 2 സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ഈസ് 20. കാൽക്കുലേറ്റ് ഓൾ 3 ആംഗിൾസ്. ഇവിടെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളൂ. നമ്മൾ ബാക്കി ക്വസ്റ്റൻസിനൊക്കെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടുമായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റനകത്ത് അങ്ങനെയില്ല, ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നത് നോക്കിയേ. നമുക്ക് റൈറ്റ് ആംഗിൾ ആണ് അല്ലേ, റൈറ്റ് ട്രയാങ്കിളിലെ ഒരു ക്വസ്റ്റനാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം ആദ്യം. സോ ഞാൻ റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. റൈറ്റ് ആംഗിൾ വരച്ചത് എന്തോ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ. സോ ഈ 90 ഡിഗ്രി ഞാൻ ആംഗിൾ വരച്ചു. പിന്നെ നമുക്ക് ബാക്കിയുള്ള 2 ആംഗിൾസ് അല്ലേ, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ഓൾ 3 ആംഗിൾസ്. നമുക്ക് 3 ആംഗിൾസ് കണ്ടുപിടിക്കണം. അതിനകത്ത് ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്, ബാക്കി 2 ആംഗിൾ എന്തൊക്കെയാടാ? ഒരെണ്ണം നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, ഒരെണ്ണം നമുക്ക് വൈ ആയിട്ട് എടുക്കാം അല്ലേ. എക്സും വൈ ഒക്കെയാണ് നമ്മൾ എടുത്ത് ചെയ്യേണ്ടത്. സോ എക്സും വൈ ആയിട്ട് എടുത്തു. നിങ്ങൾക്ക് എക്സും വൈയും മാത്രമല്ല, വേരിയബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേണേൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന പോലെ 2 ആംഗിൾസ് ആണ്. അപ്പം ഒരു സ്മോൾ ആംഗിളും മറ്റൊന്ന് ലാർജ് ആംഗിളും. സോ ലൈക്ക് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എസ് ആൻഡ് എൽ അങ്ങനെയൊക്കെ എടുക്കാം. ഓക്കെ, അത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാൻ പോവാണ്. നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് ലെറ്റ് വൺ ആംഗിൾ ബി എക്സ്. ഫസ്റ്റ് ആംഗിളിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. നമുക്ക് സെക്കൻഡ് ആംഗിളിനെ എന്ത് പറയാം? ആൻഡ് ദ അതർ ആംഗിൾ. ഓക്കെ, ദ അതർ ആംഗിൾ ബി എന്തുവാ? വൈ. ഫസ്റ്റ് ആംഗിൾ എക്സ്, അടുത്ത ആംഗിൾ വൈ, മൂന്നാമത്തെ ആംഗിൾ എന്തുവാ? നമുക്ക് 90. ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. എന്തുവാ നമുക്ക് പറഞ്ഞേക്കുന്നത്? അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്തുവാ? ഡിഫറൻസ് ഓഫ് 2 ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഇസ് 20 എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈ ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഞാൻ എടുത്തു. ഓക്കെ, ഫസ്റ്റ് അവിടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, അത് തന്നെ ഞാൻ എടുത്ത് എഴുതി. സെക്കൻഡിലേക്ക് നമുക്ക് പോവാം. ഇനി ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് ഒന്നുമില്ല അല്ലേ. പക്ഷേ നമുക്ക് അറിയാം, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് തൊട്ട് നമ്മളൊരു ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എന്തുമായിരുന്നു? ഒരു ട്രയാങ്കിൾ എടുക്കുവാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ പ്ലസ് ചെയ്യുന്നത് എത്രയായിരിക്കും? ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇൻറ്റീരിയർ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ വെച്ച് പറയുവാണെങ്കിൽ നമ്മൾ ട്രയാങ്കിളിൻ്റെ അകത്തുള്ള ആംഗിൾസ് മുഴുവനും പ്ലസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 180 കിട്ടും. പഠിച്ചിട്ടുള്ളതല്ലേ, ഓർക്കുന്നുണ്ടോ? സോ ഇത് വെച്ചിട്ടാണ് നമ്മളിനി അടുത്ത ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. അക്കോർഡിംഗ് ടു, ഞാനിങ്ങനെ എഴുതുവാണ്, അക്കോർഡിംഗ് ടു ആംഗിൾ സം പ്രോപ്പർട്ടി. സോ ഞാൻ ഷോർട്ടാക്കി എഴുതുവാണ്. ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ഇത് വെച്ചിട്ട് പറയാൻ നേരത്ത് 3 ആംഗിൾ കൂടെ പ്ലസ് ചെയ്യുന്നത് എത്രയാ? 180 ഡിഗ്രിയാണ്. അത് ഞാൻ എഴുതുവാണ്. ആംഗിൾ, ഞാനിപ്പം ആംഗിളിൻ്റെ പേര് എക്സ് പ്ലസ് വൈ പ്ലസ് ഒരു ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അങ്ങനെ 3 ആംഗിൾസ് നമുക്ക് ഇവിടെ പ്ലസ് ചെയ്യുന്നത് നമുക്ക് എത്രയാ? 180 ഡിഗ്രിയാണ്. ഓക്കെ ആണോ? ഇത് ഇത്രയും ഫസ്റ്റ് ആംഗിൾ, സെക്കൻഡ് ആംഗിൾ, തേർഡ് ആംഗിൾ നമുക്ക് 90 എന്ന് അറിയാം, റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട്. സോ അത് 90 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആംഗിൾ സം പ്രോപ്പർട്ടി. ക്ലിയർ ആണോ ഇത്രയും? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 90നെ എന്ത് ചെയ്യാം? ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180 മൈനസ് 90 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? കാരണം നമ്മൾ എന്തിനാ ഇങ്ങനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് എക്സും വൈയും മാത്രം മതി. കാരണം ഫസ്റ്റ് ഇക്വേഷനെ പോലെ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്കിത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 2. നമുക്ക് ഇക്വേഷൻ 2ഉം കിട്ടി. സെറ്റ് അല്ലേടാ? അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി വെച്ച് ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് 2 ഇക്വേഷൻ തമ്മിൽ കൺസിഡർ ചെയ്യാം, എന്നിട്ട് തമ്മിൽ മൈനസ് ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും തമ്മിൽ എടുക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തുവാടാ? നോക്കിയേ, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 20. അടുത്ത ഇക്വേഷൻ എന്തുവാ? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90. ഇത് നമുക്ക് മൈനസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പ്ലസ് ചെയ്താൽ പോരെ, കാരണം ഇവിടെ ഒരു മൈനസ് സൈനും ഇവിടെ ഒരു പ്ലസ് സൈനും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ തമ്മിൽ പ്ലസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ,
എക്സും എക്സും കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് 2x കിട്ടും. ഈ y നെഗറ്റീവും പോസിറ്റീവും ഉള്ളതുകൊണ്ട് നമുക്ക് കട്ടായി പോകും, 0 കിട്ടും. ഇസ് ഈക്വൽ ടു നമുക്ക് ഇതെന്ത് കിട്ടും, എന്നൊക്കെ ഇതിൻ്റെ കൂടെ പ്ലസ് ചെയ്തടാ. അപ്പോൾ എത്ര കിട്ടും നമുക്ക് 110 എന്ന് കിട്ടും. ഓക്കെ, സോ 2x എന്ന് പറയുന്നത് 110. സോ എക്സ് ഇസ് ഈക്വൽ ടു 110 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. കാരണം ഇവിടെ 2 എന്ന് പറയുന്നത് ഇൻറ്റു ആണ്, ഇപ്പുറത്ത് വരാൻ എന്താവും, അത് ഡിവൈഡ് ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും, എക്സ് എന്ന് പറയുന്നത് നമുക്ക് 55 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്ത് നോക്കാം. 110 ഡിവൈഡ് ബൈ 2 നമുക്ക് 55 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ആംഗിൾ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് 1 ആംഗിൾ ബി എക്സ്. അപ്പോൾ ആ ഒരു ആംഗിൾ നമുക്ക് 55 ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു പോസിറ്റീവ് ഇക്വേഷൻ എടുക്കാം. ഇക്വേഷൻ നമ്പർ 2 ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഇൻ ഇക്വേഷൻ 2. ഓക്കെ, അവിടെ ഇക്വേഷൻ 2 നോക്കിയാൽ എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90. അതിലേക്ക് ഞാൻ എന്തിട്ട് കൊടുക്കുക, എക്സ് ഇട്ട് കൊടുക്കുക. സോ 55 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90. ഇനി 55 ഇവിടെ പോസിറ്റീവ് ആണ്, ഇപ്പുറത്തേക്ക് പോകാൻ എന്താവും, നെഗറ്റീവ് ആകും. സോ നമുക്കിങ്ങനെ എഴുതാമല്ലോ. സോ y is equal to 90 minus 55 മൈനസ് ചെയ്തേ നമുക്ക് എത്ര കിട്ടും, y is equal to 35 എന്ന് നമുക്ക് കിട്ടും. സോ വൈയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 35 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് എങ്ങനെ എഴുതാം, therefore the angles are ഏതൊക്കെയാ, നമുക്ക് 55 ഉണ്ട്, 35 ഉണ്ട്, 90. ഓക്കെ, ഇങ്ങനെ 3 ആംഗിൾസ് ആണ് നമുക്ക് കിട്ടുന്നത് ക്വസ്റ്റ്യനിൽ നിന്ന്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു പോയിന്റ് തന്നിട്ടുള്ളൂ, അത് മാത്രമേ ഉള്ളൂ കൺഫ്യൂഷനായിട്ട് വരുന്നത്. നമ്മൾ സ്വന്തമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. സോ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. താങ്ക് യു.